പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓഫറുണ്ട്, പ്രീ അപ്രൂവ്ഡ് ആണ്, പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഫോണിലേക്ക് വരുന്ന ഒരു OTP മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൾ വന്നു കഴിഞ്ഞാൽ പലവട്ടം റീതിങ്ക് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള സ്കാംസും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ മാസവും ഈ ഒരു സ്കാമിൽ പെട്ടുകൊണ്ട് പണം നഷ്ടമാകുന്നത്. ഈ ഒരു സ്കാമിനെ പറ്റി നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു സ്കാമിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് സ്കാംസ് വർക്ക് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്, ഈ ഒരു സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. ഈ ഒരു സ്കാമിൽ പെടാതെ എങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കാം, വീഡിയോ മുഴുവനായും കാണുക, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എക്സ്റ്റൻഷൻ സ്കാം വർക്ക് ചെയ്യുന്നത്? ബാങ്കിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, എന്നിട്ട് ഫേക്ക് ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ നമ്മളോട് പറയുന്നു. നമ്മളെ പല രീതിയിൽ കോൺടാക്ട് ചെയ്യും. ഒന്നെങ്കിൽ ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള SMS ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴി ആയിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ളൊരു ഇമെയിൽ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇങ്ങനെ പല മോഡിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP എങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ CVV അല്ലെങ്കിൽ കാർഡ് നമ്പർ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കി എടുക്കുക. ഇതൊക്കെയായിരിക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് നമ്മുടെ പണം തട്ടിയെടുക്കുന്ന രീതിയായിരിക്കും ഈ ഒരു സ്കാമേഴ്സ് ഒക്കെ നോക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഫോൺ കോൾ ആണ്. നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബാങ്കിൽ നിന്ന് പറയും, എന്നിട്ട് കുറച്ച് ഇൻഫർമേഷൻ ആദ്യം ഇങ്ങോട്ട് പറയും, നമ്മുടെ പേര്, നമ്മുടെ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് അവർ നേടും. എന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ OTP പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് SMS അല്ലെങ്കിൽ വാട്സപ്പ് വഴിയായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിമോട്ടായിട്ട് നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യുന്ന ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആകും. അതുവഴി നമ്മളുടെ OTPയും കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കും. ആ രീതി ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ കോൺടാക്ട് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഇമെയിൽ ആയിരിക്കും. ഇമെയിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് വരുന്ന ഇമെയിലിനോട് സിമിലറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഡൊമൈനും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ആ ഒരു ഇമെയിലിൽ എന്തെങ്കിലും ഓഫർ ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫിഷിംഗ് വെബ്സൈറ്റിലേക്കൊക്കെ മൂവ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്ത് ആ രീതിയിലായിരിക്കും അവർ തട്ടിപ്പ് നടന്നത്. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ തട്ടിപ്പുകാർ കോൺടാക്ട് ചെയ്യും. ഇനിയിപ്പോൾ ഒരു റിയൽ ലൈഫ് സെനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യുന്നു, ഇങ്ങനെ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്, അതുപോലെ തന്നെ ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് കാർഡിൻ്റെ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് കാർഡിൻ്റെ CVV ചോദിക്കും. CVV ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ബാങ്കിൽ നിന്ന് ആരും കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ CVVയോ ഫോണിലേക്ക് വരുന്ന OTPയോ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. നമ്മൾ കാർഡിൻ്റെ CVVയും പറഞ്ഞു കൊടുത്ത് ഫോണിലേക്ക് വരുന്ന OTPയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ പണം നഷ്ടമാകും. പണം നഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർഡ് ബ്ലോക്ക് ആവുകയും നമ്മൾ പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരികയും ചെയ്യും. സോ ഈ രീതിയിലാണ് ഇങ്ങനെ ഒരു സ്കാം റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബാങ്കിൽ നിന്നും ആരും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ CVVയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTPയോ കാര്യങ്ങളൊന്നും ചോദിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണുക. ഇത്തരത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റെഡ് ഫ്ലാഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത്, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് എപ്പോഴും കാണുക. പിന്നെ നിങ്ങളുടെ കാർഡിൻ്റെ CVV നമ്പർ അല്ലെങ്കിൽ കാർഡിൻ്റെ ഫുൾ നമ്പറൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ നമ്മുടെ മേലൊരു പ്രഷർ ചുമത്തും, അതായത് ഈ ഒരു ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന് നിങ്ങൾ ഇത് അപ്രൂവ് ചെയ്താൽ മാത്രമേ, അതായത് ലിമിറ്റ് കൂട്ടി എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ലിമിറ്റ് കൂട്ടി കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് നോക്കും. അതും ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണുക. പിന്നെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് വിളിക്കുന്നതിന് പകരം വാട്സപ്പ് വഴി നിങ്ങളെ വാട്സപ്പ് കോൾ ചെയ്യുക, അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണുക. പിന്നെ ഫോണിലേക്ക് വരുന്ന SMS അല്ലെങ്കിൽ ഇമെയിലിലേക്ക് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിനോട് സിമിലർ ആയിട്ടുള്ള വെബ് പേജും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരിക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അതെപ്പോഴും റെഡ് ഫ്ലാഗ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻക്രിമെൻറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ അവരുടെ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ആയിരിക്കും. അതിനകത്ത് നമുക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ വരുമ്പോൾ നമുക്ക് ബാനറും കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് ഇത്ര രൂപ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടിയെടുക്കുവാനായിട്ട് സാധിക്കും. അല്ലാതെ ഫോണിൽ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലിമിറ്റ്
ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഒരു 99% ഓഫ് കേസിലും നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മൊബൈൽ ആപ്പ് വഴിയും ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ വരുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. എങ്ങനെ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എക്സ്റ്റൻഷൻ സ്കാമുകളിൽ നിന്നും രക്ഷ നേടാം? ഒന്നാമത്തേത്, ഒരിക്കലും നിങ്ങളുടെ OTP, CVV, പിൻ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ അൺനോൺ ലിങ്ക്സിൽ, ഫോണിലേക്ക് വരുന്ന SMS വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി വരുന്ന അൺനോൺ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഒഫീഷ്യൽ ബാങ്ക് ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. തേർഡ് പാർട്ടി സ്റ്റോറിൽ നിന്നും ഒന്നും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പിന്നെ SMS അതുപോലെ തന്നെ ആപ്പ് അലർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓണാക്കി ഇടുക. പിന്നെ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കാർഡ് ബ്ലോക്ക് ചെയ്യുക. ഇനി നമ്മളൊരു സ്കാമിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് നമ്മുടെ കാർഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്കാം നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുക. മറ്റൊന്ന്, സൈബർ ക്രൈം പോർട്ടലിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. 1930 ആണ് നമ്പർ വരുന്നത്. അല്ലെങ്കിൽ സൈബർ ക്രൈം പോർട്ടൽ വഴി നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് തട്ടിപ്പ് നടന്നു എന്നൊരു പ്രൂഫും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വരും. സോ നമുക്ക് എന്തെങ്കിലും കോൾ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജസ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ലോക്കൽ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. എപ്പോഴും ഈ ഒരു ലൈൻ ഓർക്കുക. ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ OTP അല്ലെങ്കിൽ CVV ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% സ്കാമാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി